ഇപ്പോൾ നമ്മൾ ഇതുവരെ NMRൻ്റെ റെസണൻസ് കണ്ടീഷൻ, പിന്നെ റിലാക്സേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ്, അത് രണ്ടും കണ്ടു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലോക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. പക്ഷെ അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലി ഈ NMR ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ NMR എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എക്സ്റ്റേണൽ റേഡിയേഷൻ കൊടുക്കുന്നു, ഒരു ലോ എനർജി ലെവലിൽ നിന്ന് ഒരു ഹൈ എനർജി ലെവലിലേക്ക് ആ സിസ്റ്റത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടാകുന്നു. ഇവിടെ സ്പിന്നാണ്, ആ സ്പിൻ സിസ്റ്റത്തിൻ്റെ ട്രാൻസിഷൻ ഉണ്ടാകുന്നു. ഒന്നെങ്കിൽ ആ കൊടുത്ത റേഡിയേഷൻ അതിൻ്റെ അബ്സോർപ്ഷനോ, അല്ലെങ്കിൽ ആ സ്പിൻ സിസ്റ്റം ഹയർ എനർജി ലെവലിൽ നിന്ന് തിരിച്ച് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ നടത്തുന്ന റേഡിയേഷൻ, ആ റേഡിയേഷനോ സ്റ്റഡി ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ അബ്സോർപ്ഷൻ സ്റ്റഡി ചെയ്യും, അല്ലെങ്കിൽ എമിഷൻ സ്റ്റഡി ചെയ്യും. അങ്ങനെ സ്റ്റഡി ചെയ്ത് ആ സാമ്പിൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അങ്ങനെ വെറുതെ ഒരു റേഡിയേഷൻ കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ റെസണൻസ് കണ്ടീഷനിലുള്ള ഒരു റേഡിയേഷൻ കൊടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, റെസണൻസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസണൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷൻ കൊടുത്താലും ചിലപ്പോൾ അബ്സോർപ്ഷൻ നടക്കണമെന്നില്ല. അതിന് മറ്റ് ചില കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യമേ പറയുന്നത്, ഈ നമ്മൾ ഇന്നലെ റിലാക്സേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു, ഈ സാച്ചുറേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം നമ്മളൊരു സ്പിൻ ഹാഫ് സിസ്റ്റം കൺസിഡർ ചെയ്യുക, അതിന് ഹയർ, ഇവിടെ കാണുന്ന പോലെ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ ഇമേജ് നോക്കുക. ഓക്കെ, നമ്മൾ ഓക്കെ, നമ്മുടെ സിസ്റ്റം വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ എനർജി ലെവലെല്ലാം ഡീജനറേറ്റ് ആണ്. നമ്മൾ സ്പിൻ ഹാഫ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളതിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആ എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്തു. ആ ഡീജനറേറ്റ് ആയിട്ടിരിക്കുന്ന സ്പിൻസ് ഒരു 2 ലെവൽസിലായിട്ട് അറേഞ്ച് ചെയ്തു. ഓക്കെ, നാച്ചുറലി ലോ എനർജി സ്റ്റേറ്റിൽ ഇരിക്കാനായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് സ്പിൻസ് ഫേവർ ചെയ്യുക. അതുകൊണ്ട് ലോ എനർജി സ്റ്റേറ്റിൽ കുറച്ച് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ പടത്തിൽ കാണുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു എക്സ്റ്റേണൽ റേഡിയേഷൻ കൊടുക്കുന്നു. നമുക്ക് RF റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുന്നു. ആ ലോ എനർജി ലെവൽ ആൽഫയിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻസ് നടക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം ഹയർ എനർജി ലെവലിൽ കുറച്ച് പോപ്പുലേഷൻ ഉണ്ട്. അതായത് ബീറ്റയിൽ കുറച്ച് പോപ്പുലേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി കൊടുത്ത് ആൽഫയിൽ നിന്ന് കുറേ ട്രാൻസിഷൻസ് നടത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹയർ എനർജി ലെവലിലേക്ക് സ്പിൻസ് കയറി വരും. ഓക്കെ, ആൽഫയിൽ നിന്ന് കുറേ സ്പിൻസ് ബീറ്റ ലെവലിലേക്ക് കയറി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയറിയാം ഇവർ തമ്മിലുള്ള പോപ്പുലേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി കൊടുത്ത് കൂടുതൽ സ്പിൻസിനെ അപ്പർ ലെവലിലേക്ക്, ബീറ്റ ലെവലിലേക്ക് കയറ്റി വിടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള പോപ്പുലേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇല്ലാതാവും. രണ്ടിനും പോപ്പുലേഷൻ, അതായത് രണ്ടിനും പോപ്പുലേഷൻ സെയിം ആവും. അതിനെയാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അബ്സോർപ്ഷൻ പോസിബിൾ അല്ല. ഓക്കെ, രണ്ടിൻ്റെയും പോപ്പുലേഷൻ ഈക്വൽ ആയല്ലോ. അതുകൊണ്ട് ഇനി അപ്പോൾ നമുക്ക് വേണ്ടതെന്നാണ്, നമുക്ക് ആ സാമ്പിളിനെ പഠിക്കണം. ഓക്കെ, ആ സാമ്പിളിനെ പഠിക്കണമെങ്കിൽ റേഡിയേഷൻ, നമ്മൾ കൊടുക്കുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോയി, ഓക്കെ, ഒന്നെങ്കിൽ അബ്സോർപ്ഷൻ പഠിക്കാം, അല്ലെങ്കിൽ ആ ഹയർ എനർജി ലെവലിൽ നിന്ന് തിരിച്ച് താഴോട്ട് റേഡിയേഷൻ ട്രാൻസിഷൻ നടക്കുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അബ്സോർപ്ഷൻ, നമ്മുടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ഒരു ട്രാൻസിഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ സാമ്പിളിനെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു NMRന് യൂസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ഒരു ട്രാൻസിഷൻ നടന്ന്
ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനർജി ലെവൽ എന്താണ്, എനർജി ലെവൽ ഡിഫറൻസ് എന്താണ്, അങ്ങനെ എനർജി ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ അബ്സോർബ് ചെയ്യണം, അതൊരു ഫണ്ടമെൻ്റൽ കണ്ടീഷൻ. ആ കണ്ടീഷൻ അബ്സോർബ് ചെയ്താൽ അല്ലെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ അബ്സോർബ് ചെയ്യണം എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്താ പറഞ്ഞത് ആദ്യം കുറച്ച് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് അത് സാച്ചുറേറ്റഡ് ആവും. ഓക്കെ, അല്ലെങ്കിൽ പോപ്പുലേഷൻ രണ്ടും സെയിം ആവും. പിന്നെ രണ്ടിൻ്റെയും പിന്നെ ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയില്ല. ഓക്കെ, അതായത് അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, ആ റേഡിയേഷൻ പോപ്പുലേഷൻ സാച്ചുറേറ്റഡ് ആയെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഓക്കെ, രണ്ടിൻ്റെയും പോപ്പുലേഷൻ രണ്ട് ലെവലിലും പോപ്പുലേഷൻ സെയിം ആയി, അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. ഓക്കെ, അതായത് വേറെ റേഡിയേഷൻ ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെ ആ സാമ്പിളിനെ പഠിക്കും? ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ പക്ഷേ ഇങ്ങനെ ഒരു ചില സാമ്പിൾസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാച്ചുറേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് റിലാക്സേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അതായത് ഹയർ എനർജിയിൽ, അതായത് ബീറ്റ സ്റ്റേറ്റിലുള്ള സ്പിൻസ് നോൺ റേഡിയേറ്റീവായിട്ട് അവരുടെ എനർജി നഷ്ടപ്പെടുത്തി ലോ എനർജി ലെവലിലേക്ക്, ആൽഫ സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അതിന് സ്പിൻ ലാറ്റിസ് റിലാക്സേഷൻ ഉണ്ട്, സ്പിൻ റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ട് റിലാക്സേഷൻ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റേഡിയേഷൻ സാച്ചുറേഷൻ കണ്ടീഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്പിൻസ്, അപ്പർ ലെവലിലുള്ള സ്പിൻസ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടത്തി ലോ എനർജി ലെവലിലേക്ക് വന്ന്, അപ്പോൾ ആ ലോ എനർജി ലെവലിൽ ഹയർ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോ എനർജി ആൽഫ സ്റ്റേറ്റിൽ ഹയർ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതുവഴി കൂടുതൽ റേഡിയേഷൻ നമ്മൾ കൊടുക്കുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ട്രാൻസിഷൻസ് നടക്കുന്നു, തിരിച്ച് റീ എമിഷൻസ് നടക്കുന്നു. അപ്പോൾ അതിനെ പഠിച്ച് നമുക്ക് ആ മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് റിലാക്സേഷൻ ടൈമിൻ്റെ കൂടുതലും കുറവും എങ്ങനെയാണ് സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന്. അതായത് റിലാക്സേഷൻ ടൈം കൂടിയിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹയർ എനർജി ലെവലിൽ നിന്ന്, അതായത് ബീറ്റ ലെവലിൽ നിന്ന് താഴോട്ട് വരാൻ കൂടുതൽ സമയമെടുക്കും എന്നല്ലേ? ഓക്കെ, കൂടുതൽ സമയമെടുക്കും ഹയർ എനർജി ലെവലിൽ നിന്ന് താഴത്തെ എനർജിയിലോട്ട്, ലോ എനർജി ലെവലിലേക്ക് വരാൻ കൂടുതൽ സമയമെടുക്കും റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ. അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ ഈ ആൽഫ സ്റ്റേറ്റ് പോപ്പുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന റേറ്റ്, ഓക്കെ, റിലാക്സേഷൻ പയ്യെ മേഖലയിൽ നിന്ന് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ വഴി തിരിച്ച് താഴോട്ട് ആൽഫ സ്റ്റേറ്റിലോട്ട് സ്പിൻസ് വരത്തുള്ളൂ. അപ്പോൾ ആ തിരിച്ചു വരവിൻ്റെ റേറ്റ് കുറവാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കൊടുക്കുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് കൂടുതൽ സ്പിൻസ് കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരവിൻ്റെ റേറ്റ് കുറവാണ്, ഹയർ ലെവലിലേക്ക് പോകുന്നതിൻ്റെ റേറ്റ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സാച്ചുറേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ പെട്ടെന്ന് എത്തും. ഓക്കെ, നമുക്ക് ആ സാച്ചുറേഷൻ എന്ന കണ്ടീഷൻ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ നമ്മൾ തിരിച്ചു വരവിന് റേറ്റ് കുറവാണ്, അപ്പോൾ കയറി പോകലിൻ്റെ റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ പെട്ടെന്ന് രണ്ടിൻ്റെ പോപ്പുലേഷൻ സെയിം ആയി സാച്ചുറേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ എത്തും, നമ്മുടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ്, അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് അല്ല. കാരണം NMR പെട്ടെന്ന് ഇൻസെൻസിറ്റീവായിട്ട് പോകും. ഓക്കെ, സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ രണ്ടിൻ്റെയും പോപ്പുലേഷൻ സെയിം ആയി സാച്ചുറേഷൻ എത്തി NMRൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? സെൻസിറ്റീവ് ആയിരിക്കണമെങ്കിൽ ലോ ലെവലിൽ എപ്പോഴും നല്ല പോപ്പുലേഷനും ഹയർ ലെവലിൽ കുറച്ച് പോപ്പുലേഷനും വേണം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഹയർ എനർജി ലെവലിൽ ലോ പോപ്പുലേഷനും ലോ എനർജി ലെവലിൽ ഹൈ പോപ്പുലേഷനും ആയിരിക്കണം. ഇനി എങ്ങനെയായിരിക്കും
അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഒരു സാമ്പിൾ എടുക്കുകയാണ്, അതിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, എനർജി ലെവൽസ് എല്ലാം ഡീജനറേറ്റ് ആണ്. പിന്നെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കുറേ സ്പിൻസ് ഹയർ എനർജി ലെവലിലും കുറേ സ്പിൻസ് കുറച്ചധികം സ്പിൻസ് ലോ എനർജി സ്റ്റേറ്റിലും ഇരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇവർ കുറച്ചെണ്ണം ഹൈ എനർജി ലെവലിലും കുറച്ചെണ്ണം ലോ എനർജി ലെവലിലും എന്ന് പറയാൻ സാധിക്കുക? അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ബേസ് ചെയ്താണ് നമുക്ക് പറയാൻ പറ്റുക? ഓക്കെ, അപ്പം അങ്ങനെ ചോദിച്ചാൽ അതിനെ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചാണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പിൻ ഹാഫ് സാമ്പിൾ ഉണ്ട്, അതിൽ ടോട്ടൽ നമ്പർ n സ്പിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും the spins will be partitioned between two states in the is given by ആ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് സ്റ്റേറ്റിൻ്റെ കേസാണ് എടുക്കുന്നത്, അല്ല സ്പിൻ ഹാഫ് ആയതുകൊണ്ട് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. അവിടെ എങ്ങനെ ആ സ്പിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അത് തരുന്നത് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചാണ്. ഓക്കെ, അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും എല്ലാം ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ, കുറച്ച് എനർജി ലെവൽസ് ഉണ്ട്, അവിടെ എങ്ങനെയായിരിക്കും സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്ന്. ഇതൊരു യൂണിവേഴ്സൽ ലോ ആണല്ലോ, എങ്ങനെയായിരിക്കും സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്ന് കാണിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. അപ്പോൾ നമ്മുടെ സ്പിൻ സിസ്റ്റത്തിലും ആൽഫ സ്റ്റേറ്റിലും ബീറ്റ സ്റ്റേറ്റിലും എത്രമാത്രം സ്പിൻസ് കാണും എന്ന് പറഞ്ഞു തരുന്നത് ഈ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. ഓക്കെ, നമ്മൾ ഇനി വരുന്ന പോർഷൻസിലും നമുക്കിതിൻ്റെ യൂസ് ഉണ്ട്. ഇനി സെൻസിറ്റിവിറ്റി. ഓക്കെ, സെൻസിറ്റിവിറ്റി ഓഫ് NMR ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് മൈക്രോസ്കോപ്പിക് മാഗ്നറ്റൈസേഷൻ ക്രിയേറ്റഡ്. അതായത് നമുക്ക് രണ്ട് എനർജി ലെവലുണ്ട്, അവിടെ കുറച്ച് സ്പിൻസും ഉണ്ട്. ഓക്കെ, നെറ്റ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ഇവിടെ 2ഉം ഇവിടെ 4 വരച്ചേക്കണം. ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് ആയ 2 ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ആയ 2 ആയിരിക്കും ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ, അല്ലെങ്കിൽ ആ സ്പിൻ, ആ ഡിഫറൻസ് ഉള്ള സ്പിൻ ആയിരിക്കും. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു പോയി. ഓക്കെ, അപ്പർ ലെവലിൽ ലോവർ ലെവലിൽ സ്പിന്ന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സ്പിന്നാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് മൊമെൻറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു പോയി. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി മിച്ചമുള്ള, ഇപ്പോൾ ഇവർ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയെന്ന് വിചാരിക്കുക, ഇനി മിച്ചമുള്ള ഈ 2 പേരുണ്ട്. ആ 2 പേരായിരിക്കും അതിൻ്റെ നെറ്റ് മാഗ്നറ്റൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ആ മെറ്റീരിയലിന് ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ രണ്ടിലെയും പോപ്പുലേഷൻ ഡിഫറൻസിലുള്ള, അല്ലെങ്കിൽ ഇവിടെ പോപ്പുലേഷൻ ഇവിടെ കൂടുതലാണ്, താഴെ കൂടുതലാണ്. അപ്പോൾ ഈ ഡിഫറൻസ് വരുന്ന ഈ 2 പേര്, ഈ 2 പേര് കാരണം, ഈ 2 സ്പിൻസ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ്, അവർ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അവരാണ് അപ്പോൾ സെൻസിറ്റിവിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നത്. ഇവിടുത്തെ സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നെറ്റ് മാഗ്നറ്റൈസേഷനിലാണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവണമെങ്കിലും ലോ അല്ലെങ്കിൽ ആൽഫ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കണം. അപ്പോൾ അതായത് ഇൻഡയറക്റ്റ്ലി പറയുന്നത് സെൻസിറ്റിവിറ്റി കൂടണമെങ്കിൽ ലോവർ ആൽഫ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കണമെന്നാണ് പറയുന്നത്. The magnetization is proportional to the difference. Magnetization is proportional to, അതാണ് ഇവിടെ പറഞ്ഞത്. Magnetization is proportional to the difference in number of nuclei in alpha and ന്യൂക്ലി എന്ന് പറഞ്ഞാൽ പല ന്യൂക്ലി അവരുടെ സ്പിൻ. ഓക്കെ, ന്യൂക്ലി ഇൻ ആൽഫ ആൻഡ് ബീറ്റ സ്റ്റേറ്റ് ഇഫ് ദ ഡിഫറൻസ് ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നമ്മുടെ സാമ്പിൾ നല്ല സെൻസിറ്റീവ് ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ NMR സ്പെക്ട്ര ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് റിസൾട്ടിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഇവർ തമ്മിലുള്ള പോപ്പുലേഷൻ ഡിഫറൻസ്
ആൽഫയും ബീറ്റയും തമ്മിലുള്ള പോപ്പുലേഷൻ ഡിഫറൻസ് ഹൈ ആയിരിക്കണം. എങ്ങനെ ഈ പോപ്പുലേഷൻ ഡിഫറൻസ് ഹൈ ആക്കി നിർത്താം? അപ്പോൾ എങ്ങനെ ആ പോപ്പുലേഷൻ ഡിഫറൻസ് ഹൈ ആക്കി നിർത്തുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കിയറിയാം, എൻ ബീറ്റ ഡിവൈഡ് ബൈ എൻ ആൽഫ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ കെ ബി ടി. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. എൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഹയർ എനർജി ലെവലിലെ പോപ്പുലേഷൻ, നമ്പർ ഓഫ് സ്പിൻസ്. എൻ ആൽഫ എന്ന് പറഞ്ഞാൽ ലോ എനർജി ലെവലിലുള്ള നമ്പർ ഓഫ് സ്പിൻസ്, ആൽഫ സ്റ്റേറ്റിൽ ഉള്ള നമ്പർ ഓഫ് സ്പിൻസ്. അപ്പോൾ അത് ഗിവൺ ബൈ ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ കെ ബി ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം എൻ ബീറ്റ ഡിവൈഡ് ബൈ എൻ ആൽഫ. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലോ എനർജി ലെവലിൽ അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ ഡിഫറൻസ് മാക്സിമം ആയിരിക്കണം. പോപ്പുലേഷൻ ഡിഫറൻസ് മാക്സിമം എന്ന് പറഞ്ഞാൽ, അല്ലെ ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ, എൻ ആൽഫ ഒരു ഹൈ വാല്യൂവും എൻ ബീറ്റ ഒരു ലോ വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്ത് ഈ എൻ ബീറ്റ ഡിവൈഡ് ബൈ എൻ ആൽഫ എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആയിരിക്കും, ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്മോൾ വാല്യൂ കിട്ടണം. ഓക്കെ, ആ സ്മോൾ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ്റെ ഈ സൈഡിലേക്ക് പോവുക. ഓക്കെ, 1 ബൈ ഇ റേസ് ടു ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ കെ ബി ടി ആണല്ലോ. ഇ റേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ കെ ബി ടി. അപ്പോൾ എന്തായിരിക്കും? ആ ഡിനോമിനേറ്റർ വലുതായിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ വലുതാക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഡിനോമിനേറ്റർ വലുതാകണമെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്ന വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം. കെ ബി കോൺസ്റ്റന്റ് ആണ്. ടി എന്ന വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ വലുതായിക്കൊണ്ടിരുന്ന ഈ 1 ബൈ ഇ റേസ് ടു സംതിങ് എന്ന് പറയുന്ന വാല്യൂ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡെൽറ്റ ഇ കൂടിക്കൊണ്ടിരിക്കണം, ഇ കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഡെൽറ്റ ഇ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ നമ്മൾ, അതായത് രണ്ടിൻ്റെ റെസൊണൻസ് കണ്ടീഷനിൽ രണ്ട് എനർജി ലെവലും തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് എനർജി ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 2μb0 ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് റെസൊണൻസ് കണ്ടീഷനൊക്കെ പറഞ്ഞപ്പോൾ ഇക്വേഷൻ കണ്ടായിരുന്നു. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2μb0. രണ്ട് എനർജി ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് 2μb0 ആണ്. അപ്പോൾ b0 ഡിപ്പെൻഡൻ്റ് ആണ്, ഡിഫറൻസ് ഇൻ എനർജി ഡെൽറ്റ ഇ. അതും പറയായിരുന്നു. b0 അപ്ലൈഡ് ഫീൽഡ് കൂടിക്കൊണ്ടിരുന്നാൽ സെപ്പറേഷനും കൂടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, കുറവ് ഫീൽഡാണെങ്കിൽ ഇത്ര ഉള്ളൂ എനർജി ലെവൽ തമ്മിലുള്ള സെപ്പറേഷൻ. അപ്ലൈ ചെയ്ത ഫീൽഡ് കൂടിയാൽ ആ എനർജി സെപ്പറേഷനും കൂടുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ ഇ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അപ്ലൈഡ് ഫീൽഡ് കൂട്ടിയാൽ മതി, ഇൻക്രീസ് b0. അതോടൊപ്പം എന്തും കൂടെ ചെയ്യാം, ടെമ്പറേച്ചറാണ് ഇത്, ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ആകെ മൊത്തം ഈ 1 ബൈ ഇ, ഈ ഡിനോമിനേറ്റർ ആകെ മൊത്തം കൂടിക്കോളും. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ വാല്യൂവിലേക്ക് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ അതാണ് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കൊണ്ട് നമുക്ക് പോപ്പുലേഷൻ ലോ എനർജി ലെവലിൽ ഹൈ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ടെമ്പറേച്ചർ അധികം നല്ലൊരു വേരിയബിൾ അല്ല. കാരണം ഇപ്പോൾ ലിക്വിഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0, ഇപ്പോൾ നമ്മൾ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ 0 ഡിഗ്രിയൊക്കെ വരുമ്പോഴത്തേനും ഫ്രീസ് ആയി പോകും. അപ്പോൾ ടെമ്പറേച്ചർ അധികം നല്ലൊരു വേരിയബിൾ അല്ല. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ അതൊരു നല്ല വേരിയബിൾ ആണ്. ഓക്കെ, ഇതിനെ പഠിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ മാഗ്നറ്റൈസേഷൻ, ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല മാഗ്നറ്റൈസേഷൻ ഉണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കൊടുത്താൽ നല്ലൊരു മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും. അതുവഴി സെൻസിറ്റിവിറ്റിയും നന്നായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, സമ്മറൈസ് ചെയ്യണം. ഓക്കെ, സെൻസിറ്റിവിറ്റി കൂടുതൽ വേണം നമുക്ക്. ഓക്കെ, സെൻസിറ്റിവിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഡിഫറൻസ് രണ്ടും തമ്മിലുള്ള ആൽഫയും ബീറ്റയും സ്റ്റേറ്റ്സും തമ്മിലുള്ള പോപ്പുലേഷൻ ഡിഫറൻസ് ഹൈ ആയിരിക്കണം. ഓക്കെ, അതെങ്ങനെ അച്ചീവ് ചെയ്യാം? ഒന്ന്, ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ നോക്കുക. എൻ ബീറ്റ ഡിവൈഡ് ബൈ എൻ ആൽഫ ആണ്. ഓക്കെ, എൻ ബീറ്റ ഡിവൈഡ് ബൈ എൻ ആൽഫ ഈ പറഞ്ഞ പോലെ ഡെൽറ്റ ഇ വലുതാക്കണം. ഡെൽറ്റ ഇ വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? b0 വലുതാക്കണം. അതോടൊപ്പം ടെമ്പറേച്ചറും കുറച്ചാൽ മതി. പക്ഷേ ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്തെ വേരിയബിൾ. അടുത്ത ഒരാളും കൂടെ ഉണ്ട്, അതാണ് റിലാക്സേഷൻ ടൈം. അതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. റിലാക്സേഷൻ ടൈം RT എന്ന് എടുത്തു. T1 T2 എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം. ഇവിടുത്തെ T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഓക്കെ,
ഇപ്പോൾ റിലാക്സേഷൻ ടൈം കൂടിയാൽ സെൻസിറ്റിവിറ്റി കുറയും എന്ന് പറഞ്ഞു. അതിൻ്റെ റീസണിങ് ഞാനിപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞായിരുന്നു. റിലാക്സേഷൻ ടൈം കൂടിയാൽ മേളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് ആൽഫ സ്റ്റേറ്റിലേക്ക് തിരിച്ച് എന്താണ് സ്പിൻസ് ഇറങ്ങി വരാനുള്ള സമയം കൂടുതലെടുക്കും. അതായത് പയ്യെ താഴോട്ട് ആൾക്കാർ ഇറങ്ങി വരുള്ളൂ. അപ്പോഴത്തേനും അത് പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആയി പോകും. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യാനുള്ള നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവ് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് റിലാക്സേഷൻ ടൈം കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി റിലാക്സേഷൻ ടൈം കുറവാണെങ്കിലോ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ ഹയർ എനർജി ലെവലിൽ നിന്ന് താഴോട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും താഴത്തെ ലോ എനർജി ലെവലിൽ ഒരു ഹൈ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ലോവർ എനർജി ലെവലിൽ ഒരു നല്ല പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ലോ റിലാക്സേഷൻ ടൈം. അതുവഴി കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് താഴോട്ട് ലോ എനർജി ലെവലിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, അങ്ങനെ പറഞ്ഞാലും ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. പോപ്പുലേഷൻ ഡിഫറൻസ് ഈസ് മെയിൻറ്റെയിൻഡ്. അതുകൊണ്ട് ഒരു സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് ഇക്വേഷൻ കാണും. അത് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയാവുന്നത് പോലെയാണ് ബ്ലോക്ക് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ക്ലാസ് പറഞ്ഞതിൻ്റെയൊക്കെ ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ബ്ലോക്ക് ഇക്വേഷൻ. ഇവിടെ നമുക്ക് കാണാം ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി. അതായത് ആദ്യം ഉണ്ടായിരുന്ന ലെഫ്റ്റിലുണ്ടാകുന്ന ഫിഗർ റൈറ്റിലേക്ക് മാറിയപ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതുകൊണ്ട് ആ എനർജി ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ കൂടി. അതുകൊണ്ട് പോപ്പുലേഷൻ ഡിഫറൻസ് കൂടി. ഓക്കെ, അതാണ് ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ.